ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചെലവട്ടെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു ഈസി സ്നാക്കിന്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ 2 ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മീഡിയം വലിപ്പമുള്ള 4 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പഴം ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 6-7 മിനിറ്റൊക്കെയാണ് എനിക്കിത് വേകാനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതവിടെ നിന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും ഒരു 5-6 ബദാമും കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഇതിലിട്ടിട്ടാണ് ക്രഷ് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് അടിക്കുന്നതിലൊക്കെ നല്ല സുഖമായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഇതിലിട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല പൊടിയായിട്ട് കിട്ടും, നല്ല നൈസായിട്ടും കിട്ടും. ഇതുപോലെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് നമുക്ക് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇതാ പഴമൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. തോലിൽ നിന്നൊക്കെ പുറത്തൊക്കെ ചാടിയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സ്നാക്കിനായിട്ട് നമുക്ക് കുറച്ച് പഴുത്ത പഴമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പച്ചപ്പഴം, കുറച്ച് മീഡിയം പഴുപ്പിൻ്റെ പഴം ഒന്നും ആവശ്യമില്ല. നല്ല പഴുത്ത പഴം വീട്ടിലിരിപ്പുണ്ടെങ്കിലും ഈ ഒരു സ്നാക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ 1 കപ്പ് തേങ്ങ ഇതുപോലെ ഫ്രഷായിട്ട് ചിരകി എടുത്തിട്ടുള്ള 1 കപ്പ് തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ചതക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും ചേർക്കരുത്, വെറുതെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതുപോലെ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ചൂടായി വന്നപ്പോൾ ആ തേങ്ങ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരുപാട് മൂത്ത് പോകണ്ട. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നട്ട്സൊക്കെ ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരം എത്രയാണോ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിനായിട്ട് ഞാനൊരു 1 ടീസ്പൂണോളം ഏലക്കയുടെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടി ഇല്ലെങ്കിൽ ഒരു 2 ഏലക്കയോളം ഒന്ന് നന്നായിട്ടൊന്ന് ചതക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഒരുപാട് മൂത്ത് മൊരിഞ്ഞൊന്നും കളറൊന്നും മാറേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ തേങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഈ തേങ്ങയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം മുട്ട ചേർത്തതിന് ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഒഴിച്ചപാട് തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മുട്ട ഈ തേങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കോളും. സാധാരണ നമ്മൾ ഉന്നക്ക ഉണ്ടാക്കുന്നതിലും ഏറെ ടേസ്റ്റിലാണ് ഈ ഒരു സ്നാക്ക് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതേപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഞാനതവിടെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പഴമൊക്കെ ഒന്ന് ചൂടാറിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ മുട്ടയുടെ ആ ഒരു പണ്ടവും കൂടി ചൂടാറി വന്നപ്പോൾ 2 കൂടി പഴത്തിൻ്റെ മുകളിലേക്ക് ഈ ഒരു പണ്ടം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്നും പോലെ ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ പാത്രത്തിൽ കൊള്ളണില്ല കേട്ടോ, അതുകൊണ്ടാണ് വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. പഴവും ഈ നമ്മൾ തേങ്ങയും മുട്ടയൊക്കെ ചേർത്ത പണ്ടല്ലേ ആ ഒരു കൂട്ട്, അതും കൂടി നന്നായിട്ട് ഒരുമിച്ച് മിക്സാക്കി കൊടുക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഇഫ്താർ സ്നാക്കായിട്ട് ഉപയോഗിക്കാം. അതുപോലെ 4 മണി ചായയോടൊപ്പം കഴിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവകളാണ് ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത്. പഴവും മുട്ടയൊക്കെ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാവില്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുത്തി ഉടക്കുന്ന സാധനം കയ്യിലില്ലെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടിയിൽ നിന്നെല്ലാം കൂടി ഒന്ന് മുകളിലേക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഈ ഒരു പരുവത്തിൽ വേണം ഉണ്ടാവേണ്ടത് കേട്ടോ. ഇങ്ങനെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റണം, ആ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ആദ്യം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊന്ന് കുഴച്ച് നോക്കണം. കുഴച്ച് നോക്കിയതിന് ശേഷം മാത്രം അരിപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കിനി കൈകൊണ്ട് കുഴച്ചാൽ മതി. അരിപ്പൊടി ചേർത്തതിന് ശേഷം കൈകൊണ്ട് കുഴക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ അരിപ്പൊടിയാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ.
അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ച് നോക്കുന്ന സമയത്ത് എനിക്കിത് കുറച്ച് ഇത് പൊടിയുടെ അളവ് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ചേർക്കുന്നുണ്ട്. മൊത്തം 4 പഴത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ അളവിൽ ചെറിയ വ്യത്യാസം വരും. പഴം നിങ്ങൾ വലിയ പഴമാണ്, ഒരുപാട് വലിയ പഴമാണ്, ഒരുപാട് പഴുത്തും ഇങ്ങോട്ട് കറുത്തിട്ടുള്ള പഴമാണ്, അതും ഇതിന് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ പൊടിയുടെ അളവിൽ കുറച്ചൊരു വ്യത്യാസം വരും, അത്രേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂൺ പൊടി ചേർത്തപ്പോൾ എനിക്ക് കറക്റ്റ് പാകമായിട്ടുണ്ട്. കയ്യിലൊരല്പം എണ്ണയൊന്ന് ആക്കി കൊടുക്കുക, എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഉന്നക്കായുടെ ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ കണ്ടോ, കൈയുടെ ഈ 2 ഉള്ളം കൈയിൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്താൽ നമുക്ക് ആ കറക്റ്റ് ഉന്നക്കായൻ്റെ ഷേപ്പ് കിട്ടും കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് ഉന്നക്കായൻ്റെ ഷേപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിന് ശേഷം ഞാനൊരു 2 മുട്ടയൊന്ന് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ആദ്യം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യുക, പിന്നെ ബ്രെഡ് ക്രംസിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ബ്രെഡ് ക്രംസിന് പകരം സേമിയ നന്നായിട്ട്, കനം കുറഞ്ഞ സേമിയ നന്നായിട്ട് പൊടിച്ചിട്ട് അതിൽ വേണമെങ്കിലും ഒന്ന് കോട്ടാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഇത് നമുക്ക് എന്താ പറയുക, സ്റ്റോർ ചെയ്ത് വെക്കാനും കൂടി പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ. നമുക്കിതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഒരാഴ്ചയോളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഒരാഴ്ച സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഫ്രീസറിൽ വെക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ മതി. ഇപ്പം ഞാനിതുപോലെ കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു 4 പഴം വെച്ചിട്ട് നമുക്കൊരു 15 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ, 15 സ്നാക്ക്. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ, അത് മറക്കരുത്. ഏറ്റവും ലോയിലും ഏറ്റവും ഹൈയിലും ഇട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ബാക്കി എല്ലാ ചേരുവകളും നമ്മൾ ആദ്യം ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി വരുന്നത്. കുറച്ച് വെച്ചിട്ട് പറഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ആവുന്ന സമയത്ത് എല്ലാവരുടെയും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ റെഡിയാക്കി നോക്കിക്കൊണ്ടോ. സിമ്പിളാണ്, സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല അടിപൊളിയായിട്ടാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റെഡിയാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക കേട്ടോ. വിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.